ഹലോ, ഇന്ന് ഞാൻ ഈ സാരി കൊടുത്തു പോകുന്നത് മണ്ണാർക്കാട് പൂരത്തിനാണ്. കറക്റ്റായി പറഞ്ഞാൽ കഞ്ഞി പറശ്ശിക്ക്. ഞങ്ങളൊരു 8:30-8:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരിക്കും ഒരു 8 മണിക്കെങ്കിലും ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഈ സാരി എടുക്കുന്നതുകൊണ്ട് അതിലങ്ങോട്ട് സമയം പോയി. നമുക്ക് ശീലമില്ലാത്തതാണല്ലോ. വണ്ടികളൊന്നും അമ്പലത്തിലോട്ട് കടത്തി വിട്ടിരുന്നില്ല, അതുകൊണ്ട് ഇറങ്ങി നടക്കേണ്ടതന്നെ വന്നു. അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് വേണം കഞ്ഞിപ്പാർശ്ശിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയത് കുറച്ചധികം നേരത്തെ ആയിപ്പോയി. ദേവി ആറാട്ടിനായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ പിന്നെ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ കഞ്ഞിപ്പാർശ്ശിയുടെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വലിഞ്ഞ് നടന്നു നോക്കി. പക്ഷേ കാര്യമില്ല, ഇത്രയും ആൾക്കാർ അങ്ങോട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കിതാ ക്യൂ വന്ന് പന്തലിൻ്റെ പുറത്തെത്താറായി. എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് തണൽ തന്നെ കിട്ടി. പിന്നെ ഒരു 1.5-2 മണിക്കൂർ ഈ ക്യൂ തന്നെ ആയിരുന്നു. ഇതൊന്നല്ല കേട്ടോ, ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ബാക്കിലുണ്ട്. പുഴയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കെല്ലാം വൃത്തിയായി കാണാൻ പറ്റി. ദേവിയെ കൊണ്ടുവരുന്നതും ആറാട്ട് കഴിഞ്ഞ് കൊണ്ടുപോകുന്നതും. പിന്നെ അവിടെ ന്യൂസ് ചാനലിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന പുക കതിന് പൊട്ടിയതാണ്. ഞങ്ങൾ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അപ്പോൾ ദേവിയുടെ ആറാട്ട് കഴിഞ്ഞ് പോയപ്പോൾ കഞ്ഞി വിളമ്പി തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ ക്യൂ നീങ്ങി തുടങ്ങി. ദേവിയുടെ പ്രസാദമായതുകൊണ്ടാവാം ഈ കഞ്ഞിക്കും പുഴുക്കിനും ഇത്ര ടേസ്റ്റ്. 1000 കിലോ അടുപ്പിച്ചാണ് ഇവിടേക്ക് കഞ്ഞി വയ്ക്കാനുള്ള അരി വാങ്ങുന്നത്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ഇത്ര ഭക്തജനങ്ങളാണ് ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇവിടെ വരുന്നതെന്ന്. കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് തന്നെ തിരിച്ചു പോന്നു. ഇനിയും എത്രയോ ആൾക്കാർ ആ കഞ്ഞിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. തീരെ സഹിക്കാൻ പറ്റാത്തത് ഈ ചൂടും വെയിലുമാണ്. സാരി എടുത്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നെത്തുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഓടുമായിരുന്നല്ലോ. നിങ്ങളാരെങ്കിലും ഈ ആനപ്പിണ്ടിയിൽ ചവിട്ടിയ മുടി വളരും എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? ജസ്റ്റ് മിസ്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ കടകളൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം നോക്കിയിട്ടാണ് പോയത്. കുപ്പിയോളം കണ്ടാൽ പിന്നെ ഞാൻ വെറുതെ വിടാറില്ല. അതും വാങ്ങിച്ചിട്ടാണ് പോയത്. ഇനി നമുക്ക് കുറച്ച് പഞ്ചവാദ്യം കേൾക്കാം. ദൂരെ നിന്ന് ആനകളെ കണ്ട് മതിയാവത്തോണ്ട് അടുത്ത് വന്ന് നിന്നൊന്ന് കണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.